പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ അദ്ദേഹം അറസ്റ്റിലായിരിക്കുകയാണ്. പിന്നെ ഗവൺമെന്റിന് ഇതിലൊന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ CBI അന്വേഷണം നടക്കുകയാണ്. ആ CBI അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഡൽഹിയിൽ ഗവൺമെന്റ് ഒപ്പോസ് ചെയ്യാണ് CBI അന്വേഷണത്തെ. മനസ്സിലായില്ല? അതായത് ഇതിലെ പ്രതിയായ സന്തോഷ് ഈപ്പൻ അദ്ദേഹം ഈ CBI അന്വേഷണത്തിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി തള്ളിയപ്പോൾ ആ കേസിൽ ഇതിലെ പ്രതിയായ സന്തോഷ് ഈപ്പൻ്റെ ഒപ്പം ഈ സംസ്ഥാന സർക്കാരും CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്! ഇതിൽ സർക്കാരിന് യാതൊരു പങ്കുമില്ല, മുഖ്യമന്ത്രിക്ക് യാതൊരു പങ്കുമില്ല എങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയും സർക്കാരും CBI അന്വേഷണത്തെ ഭയപ്പെടുന്നു? ഈ സംസ്ഥാനത്തെ ജനങ്ങളടക്കുന്ന നികുതി പണം കൊടുത്തുകൊണ്ട് ഈ ആളുകൾക്കെതിരായിട്ട് CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വലിയ അഭിഭാഷകരെ വെച്ച് കോടികൾ മുടക്കി എന്തിന് ഈ സർക്കാർ കേസ് വാദിക്കുന്നു? മുഖ്യമന്ത്രി ഇതിനെല്ലാം മറുപടി പറയണം. മുഖ്യമന്ത്രി മൗനം പാലിച്ചാൽ പോരാ. മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിനനുസരിച്ച് ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ. ചോദ്യങ്ങൾ ഉയരും. പ്രതിപക്ഷം ജനങ്ങളും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ സൗകര്യപൂർവ്വം ഇതെല്ലാം മറച്ചു വയ്ക്കുകയാണ്. മിണ്ടില്ല കുറേ ദിവസത്തേക്ക്. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോൾ, പ്രയാസം നിറഞ്ഞ ഉത്തരം പറയാൻ പ്രയാസം നിറഞ്ഞ ചോദ്യങ്ങൾ ഉയരുമ്പോൾ മിണ്ടാതിരിക്കുക. എന്നിട്ട് അദ്ദേഹത്തിന് സൗകര്യമുള്ളപ്പോൾ വന്ന് 6 മണിക്ക് വന്ന് പത്രസമ്മേളനം നടത്തുക. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിപക്ഷവും ജനങ്ങളും ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ഒരാളാണ് രണ്ടാമത് കോഴക്കേസിൽ, ആദ്യം സ്വർണ്ണക്കള്ളക്കടത്ത്, രണ്ടാമത് കോഴക്കേസിൽ അറസ്റ്റിലാവുകയാണ്. എന്നിട്ട് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയണം എൻ്റെ അഭിപ്രായം. CBI അന്വേഷണം, മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണ്, സർക്കാരിൻ്റെ കൈകൾ ശുദ്ധമാണ് എങ്കിൽ എന്തിന് CBI അന്വേഷണത്തെ എതിർക്കുന്നു എന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് കൂടി ഉത്തരം പറയണം. ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവരുടെ കയ്യിലെ നികുതി പണം അവരുടെ തലയ്ക്ക് അടിയേക്കുന്നത് പോലെ നികുതി നിർദ്ദേശങ്ങൾ കൊണ്ടുവന്ന സർക്കാരാണ്. ആ നികുതി പണം ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ കോഴ കേസുകൾ രക്ഷിക്കാൻ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ സുപ്രീം കോടതിയിലെ അഭിഭാഷകർക്ക് കൊടുത്തിട്ടാണ്. ഇത് ജനങ്ങളറിയില്ലേ? അതുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ഇത് CBI അന്വേഷണവും ഈ കേസിലെ CBI അന്വേഷണം നടക്കണം. ഇതിലെ യഥാർത്ഥ പ്രതികൾ, ഈ പണം കൊണ്ടുപോയിട്ടുള്ള യഥാർത്ഥ പ്രതികൾ ആരൊക്കെയാണ് എന്ന് അന്വേഷണത്തിലൂടെ പുറത്തു വരികയും അവർ നിയമത്തിൻ്റെ മുമ്പിൽ വരികയും വേണം. അതാണ് അവരുടെ നിലപാട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിയും സർക്കാരിനും ഈ ശിവശങ്കറിന്റെ അറസ്റ്റിൽ ഒന്നും ഭയപ്പെടാനില്ല എങ്കിൽ CBI അന്വേഷണത്തെ എതിർക്കുന്ന കേസിൽ നിന്ന് സർക്കാർ പിന്മാറുകയാണ് വേണ്ടതെന്ന് വി.ഡി. സതീശൻ പറയുന്നു. പ്രതിപക്ഷത്തിന്റെ രൂക്ഷമായ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് നടത്തുന്ന വീണ്ടും ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഈ അന്വേഷണങ്ങളെല്ലാം വളരെ സ്ലോയിലാണ് പോകുന്നത്. അതിനാണ് അസ്വാഭാവികതയുള്ളത്. എന്തുകൊണ്ട് വലിയ കാടലക്കി വന്ന ഈ അന്വേഷണം സ്ലോവായി? കാരണം അന്വേഷണം നടത്തി മുന്നോട്ട് പോയാൽ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇതിൽ പ്രതിയാകേണ്ടി വരും. സംശയക്കാര്യത്തിലില്ല. അതാണല്ലോ അവർ ചെയ്യാതെ പോയത്. ഞങ്ങൾ അതിനെയാണല്ലോ എതിർത്തത്. ഇഡിയും CBI ഒക്കെ ഒരു ഘട്ടത്തിൽ അന്വേഷണം മരവിപ്പിക്കാനുണ്ടായത്. അന്വേഷണം മുന്നോട്ട് പോയാൽ അവരെല്ലാം ചോദ്യം ചെയ്യേണ്ടി വരും. ഇവരെല്ലാം ഉത്തരവാദികളാണ്. 20 കോടി രൂപ മുഖ്യമന്ത്രി അറിയാതെയല്ലല്ലോ കേരളത്തിലേക്ക് വന്നത്. ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. പാവങ്ങൾ കാത്തിരിക്കുകയാണ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, 4 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ നിന്നാണ് 20 കോടി രൂപ ഒരു വിദേശ സ്ഥാപനം സഹായമായി ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നപ്പോൾ ചാരിറ്റിയിൽ തന്ന പൈസയിൽ നിന്നാണ് 20 കോടിയുടെ 9.25 കോടി രൂപ അടിച്ചുകൊണ്ടത്. അതാണ് എന്ത് നടക്കുന്ന കാലമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ കാലം. അല്ല, നമ്മുടെ സമരം വേറെ കാര്യങ്ങൾക്ക് സമരം ഉണ്ടല്ലോ, എല്ലാത്തിനും സമരം ചെയ്യാൻ പറ്റില്ലല്ലോ. ബഫർ സോണിൻ്റെ പേരിൽ UDF സമരത്തിലുണ്ട്, നികുതി നിർദ്ദേശങ്ങളുടെ പേരിൽ ഞങ്ങൾ സമരത്തിലുണ്ട്. എല്ലാ വിഷയവും സമരം ചെയ്യാൻ പറ്റില്ല. ചില വിഷയങ്ങൾ ഡിബേറ്റ് ചെയ്യുകയും ഡിസ്കസ് ചെയ്യുകയും ജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കുകയും ചെയ്യും. സൂര്യനാരായണ എല്ലാ വിഷയത്തിലും നമുക്ക് സമരം ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഈ വിഷയത്തിൽ ഞങ്ങൾ സമരം ചെയ്തതാണ്. നേരത്തെ ഞങ്ങളുടെ പ്രതിഷേധം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യം മൂടി വയ്ക്കാൻ പറ്റില്ല. അതിങ്ങനെ മൂടി തുറന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇതിനിടെ
എം ശിവശങ്കറിനെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നു. സുബി വിശ്വനാഥൻ വീണ്ടും ചേർന്നു. സുബി, വിവരങ്ങൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞു. കോടതിയിൽ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ എന്താണ്? അപർണ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെ ED ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ വൈദ്യപരിശോധന നടക്കുക. ഇന്നലെ രാത്രിയാണ് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 3 ദിവസം തുടർച്ചയായി ചോദ്യം ചെയ്യലിന് ശേഷമാണ് ED ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റിൽ അദ്ദേഹത്തിന്റെ കുറ്റസമ്മത മൊഴി ഇല്ലാതെയാണ് EDയുടെ അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ വൈദ്യപരിശോധന നടത്തുകയാണ്. ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ എറണാകുളത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഹാജരാക്കുക. ഏതായാലും അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. പക്ഷേ ഒപ്പം തന്നെ ഒരു കസ്റ്റഡി അപേക്ഷ ED സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ശിവശങ്കറിൽ നിന്ന് ചോദ്യം ചെയ്യാനുണ്ട് എന്നാണ് ED ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന. കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ചും വിരമിച്ചതിന് ശേഷമാണ് എം ശിവശങ്കറിനെ ഇപ്പോൾ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതും അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. തീർച്ചയായും ഇദ്ദേഹത്തെ ശിവശങ്കറിനെ 5ാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വപ്ന സുരേഷ്, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിരിക്കുന്ന സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിന്റെ അറസ്റ്റും ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ തിരുവനന്തപുരം സ്വദേശി യദു കൃഷ്ണനെയും പ്രതി ചേർത്തിട്ടുണ്ട്. കേസിൽ 3 ലക്ഷം രൂപ കോഴ ലഭിച്ചു യദു കൃഷ്ണന് എന്നാണ് EDയുടെ ഒരു കണ്ടെത്തൽ. ED സന്തോഷ് ഈപ്പനെ, ലൈഫ് മിഷൻ കേസിലെ സന്തോഷ് ഈപ്പനെ സരിത്തിന് പരിചയപ്പെടുത്തിയത് യദു കൃഷ്ണനാണ് എന്നും ED പറയുന്നുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഇന്നലെ ED രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും അദ്ദേഹം വിരമിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി ഇദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ ഒരു വിശ്വാസം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളാണ് ED അന്വേഷിക്കുന്നതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസാണ് CBIയുടെ അന്വേഷണ പരിധിയിലുള്ളത്. CBIയും നേരത്തെ സ്വപ്ന സുരേഷിനെ നിരവധി തവണ ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്തിരുന്നു. ആ കേസും ഇനി ഉടൻ തന്നെ അതും പൊടി തട്ടിയെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എം ശിവശങ്കരൻ വീണ്ടും കേന്ദ്ര ഏജൻസിക്ക് മുമ്പിൽ 3 ദിവസം ഹാജരായി. അതിനുശേഷം ശിവശങ്കരനെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നു. എറണാകുളം ജനറൽ ആശുപത്രിയിൽ സുവിയിലേക്ക് വരാം. VV അരുൺ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അരുൺ, ഇപ്പോൾ തന്നെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ടുള്ള കേസിൽ നിന്ന് പിന്മാറണമെന്നുള്ള ആവശ്യം പോലും ഉന്നയിച്ചുകൊണ്ട് വീണ്ടും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം വിരമിച്ച ഉദ്യോഗസ്ഥനാണ് എങ്കിൽ പോലും സർക്കാരിന്റെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുക, വീണ്ടും രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുക, എങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു വീണ്ടും? അപർണ, ശിവശങ്കർ സർവീസിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം സർക്കാരിന് അത് സമ്മർദ്ദമുണ്ടാക്കാതിരിക്കില്ല. അതിന് കാരണം ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏറ്റവും പ്രധാനിയായിരിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഈ ആരോപണം ഉണ്ടാകുന്നത്. അതിൻ്റെ അന്വേഷണമാണ് ഇപ്പോൾ വീണ്ടും ശക്തമാകുന്നത്. സ്വാഭാവികമായും സർക്കാരിലേക്ക് തന്നെ, നേരത്തെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ച പോലെ സർക്കാരിലേക്ക് തന്നെ ഈ സമ്മർദ്ദം എത്തുമെന്ന് ഉറപ്പാണ്. അതിന് മറ്റൊരു കാരണമുള്ളത്, കഴിഞ്ഞ ഇപ്പോൾ തുടരുന്ന നിയമസഭാ സെഷനിൽ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് തന്നെ ലൈഫ് പദ്ധതി സംസ്ഥാനത്ത് സ്തംഭിച്ചിരിക്കുന്നു. ലൈഫ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിനാകുന്നില്ല എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ ഈ ലൈഫിനെ ഇങ്ങനെ എത്തിച്ചത് ഇത്തരം ക്രമക്കേടുകളാണ് എന്നൊരു ആരോപണം കൂടി പ്രതിപക്ഷം സ്വാഭാവികമായി ഉയർത്തിക്കൊണ്ടുവരും. അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. ഏത് രീതിയിലാകും സർക്കാർ ഇപ്പോഴത്തെ ഈ അന്വേഷണത്തെ, ED അന്വേഷണത്തെ പ്രതിരോധിക്കുക എന്ന് അറിയേണ്ടിയിരിക്കുന്നു. 11 മണിക്ക് തദ്ദേശ മന്ത്രി MB രാജേഷ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങളെ കാണുന്നതിന് സ്വാഭാവികമായും സർക്കാർ നിലപാട് പറയേണ്ടി വരും. ഇടതുമുള്ള മറ്റു നേതാക്കളുടെ, ഘടകകക്ഷി നേതാക്കളുടെ പ്രതികരണങ്ങൾ വളരെ നിർണായകമാണ്. ഇപ്പോൾ ഉള്ളത് MN സ്മാരകത്തിലാണ്. അല്പസമയത്തിനകം CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ശിവശങ്കർ സർവീസിൽ നിന്ന് പുറത്തുപോയ ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ അദ്ദേഹം അറസ്റ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും പ്രതിരോധത്തിലാവുക സർക്കാർ കൂടിയാണ്. സർക്കാർ ഈ വിഷയത്തിൽ ശിവശങ്കർ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം സ്വാഭാവികമായി നേരത്തെ ഉന്നയിച്ച അത്തരം ആരോപണങ്ങൾ ശക്തിപ്പെടുമ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണ വിഷയത്തിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നണിയുടെ നിലപാടും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വിഷയത്തിൽ. കാരണം ശിവശങ്കറിനെ നേരത്തെ ഇത്തരത്തിൽ കേസുണ്ടായപ്പോൾ അത് അദ്ദേഹം നേരിട്ടിരുന്ന നിലപാട്
നിലപാട് സർക്കാർ സ്വീകരിച്ചിരുന്നു. രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാർ ഇല്ലാതാക്കാൻ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്ന വിമർശനം ഇടതുമുന്നണി ഒന്നാകെ ഉയർത്തിയതുമാണ്. ഇപ്പോൾ വീണ്ടും ഈ വിഷയം സർക്കാരിനെതിരെ തന്നെ ഒരു ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാകും മുന്നണി നേതാക്കളുടെ പ്രതികരണമെന്നാണ് അറിയേണ്ടത്. ശിവശങ്കർ അറസ്റ്റിലായിരിക്കുന്നത് ലൈഫ് മിഷൻ കോഴ ഇടപാടിൽ ഇത് ഒരു സർക്കാർ ഡയറക്റ്റ് നമുക്കൊരു സർക്കാരിന്റെ പ്രോജക്റ്റാണ്. അതുകൊണ്ടൊരു കേസ് അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല നടപടികളുണ്ടാകും. അറസ്റ്റ് ഒരു സർക്കാരിനെ സംബന്ധിച്ച് തിരിച്ചടിയല്ലേ? സർക്കാരിന് അങ്ങനെ ഒരു ഇത് പ്രത്യേകിച്ച് തിരിച്ചടിയുടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു കേസ് ഒരു ഏജൻസി അന്വേഷിക്കുകയാണ്. അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പല നടപടികളും സ്വീകരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ഈ സ്വർണ്ണക്കടത്ത് കേസ് അടക്കമുള്ള കേസുകൾ ഉയർന്നു വരുന്നത്. 28ഓളം കേന്ദ്ര ഏജൻസികൾ വന്നു. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ കുറച്ചാളുകളിൽ വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികൾ വീണ്ടും സർക്കാരിന്റെ അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനകത്ത് വലിയ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചിട്ടുള്ള ചില നീക്കങ്ങളാണെന്ന് കരുതുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇതുപോലെയുള്ളൊരു പ്രശ്നങ്ങൾ ലൈവായിട്ട് നിർത്തി അവരുടെ രാഷ്ട്രീയം കളിക്കും. ഇപ്പോൾ തന്നെ സ്തംഭിച്ചു എന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അത് ഇതും കൂടെ ആകുമ്പോൾ അവർക്കൊരു ആയുധമായി മാറില്ല സ്വാഭാവികമായിട്ടും. നിയമസഭ അതിന് മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊരു കോഴ ഇടപാടാണ്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഒരു പ്രൈം പ്രോജക്റ്റിലാണ് കോഴ ഇടപാട് വന്നിരിക്കുന്നത്. കോഴ എന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്തല്ലേ ആവുള്ളൂ. അതുവരെ അതായത് ആരോപണമല്ലേ. സർക്കാരിനെ ബാധിക്കില്ല ഈ അന്വേഷണം. ഈ അന്വേഷണം ഒന്നും സർക്കാരിനെ ബാധിക്കുന്ന പ്രശ്നം. എങ്ങനെ പ്രതിരോധിക്കും? ഇടതുമുന്നണി എങ്ങനെ പ്രതിരോധിക്കുക? ഇടതുമുന്നണി അറസ്റ്റിനെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കേസ് അന്വേഷിക്കേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല. ഇടതുമുന്നണിയുടെ ഭാഗമല്ല ശിവശങ്കർ. ശിവശങ്കർ കോഴ വാങ്ങിയെന്ന് വിശ്വസിക്കുന്നില്ല CPI. ശിവശങ്കർ കോഴ വാങ്ങിയോ ഇല്ലയോ ഞാനിങ്ങനെ അറിയുന്നു. അല്ല, അതാണല്ലോ ആരോപണം. നിങ്ങൾ വിശ്വസിക്കുന്നു? ഞാൻ പാർട്ടിയോടാണ് ചോദിച്ചത്, പാർട്ടി സെക്രട്ടറിയോടാണ്. അല്ല, പാർട്ടിക്ക് അങ്ങനെ അന്വേഷണമൊന്നുമില്ല പ്രത്യേകിച്ച്. അത് ഒരാരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അത് പ്രൂവ് ചെയ്യുമ്പോഴല്ലേ അതാകുള്ളൂ. അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ. അല്ല, അന്വേഷണം ഇതിലുള്ള വേട്ടയാടലിന്റെ ഭാഗമാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത് അന്വേഷണത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അന്വേഷണം എങ്ങനെ വേണേലും ആകാം. മനസ്സിലായില്ലേ? മാധ്യമപ്രവർത്തകനെതിരെ കേസെടുത്തു. അതെന്ത് കേസായിരുന്നു? സിദ്ദിഖ് കാപ്പനെതിരെ എന്ത് കേസാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളുടെ സഹപ്രവർത്തകനാണല്ലോ. അപ്പോൾ കേസ് അന്വേഷിക്കുക, അത് കോടതിയിൽ പോവുക. ഇതൊക്കെ സാധാരണയുള്ള കാര്യം. അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല. CPI അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടന്ന നടപടിയാണ്. ഇത് സർവീസിലുള്ളയാളല്ല, ഇപ്പൊ സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. 1 കോടി രൂപ അക്കൗണ്ടിന് ലോക്കലിൽ പിടിച്ചെടുത്തു. ഉണ്ടെങ്കിൽ പിടിക്കട്ടെന്നേ. അതിനെന്താ കുഴപ്പം? മുഖ്യമന്ത്രി ഓഫീസിലിരിക്കുമ്പോഴാണ് 1 കോടി പിടിച്ചത്. അതെ, അത് കേസ് അന്വേഷിക്കുകയല്ലേ. അങ്ങേര് പല കേസിലും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണമായിരുന്നു. ശിവശങ്കറിനെതിരായ അറസ്റ്റ് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ ഇങ്ങനെ പല ഘട്ടങ്ങളിലും ഇത്തരം അന്വേഷണങ്ങൾ നടത്തും. ഇതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടോ, മുഖ്യമന്ത്രിയെ ഉന്നം വെക്കുന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല. ഈ അറസ്റ്റിൽ മറ്റെന്തെങ്കിലും ഏജൻസികൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നതിനും കൃത്യമായ ഉത്തരം നൽകാൻ അദ്ദേഹം തയ്യാറല്ല. അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇതൊക്കെ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം ആരോപണങ്ങൾ മാത്രമാണ് എന്നതാണ്. എന്നാൽ പൂർണ്ണമായും അദ്ദേഹത്തെ ശിവശങ്കറിനെ ന്യായീകരിക്കാൻ കൂടി അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്.